ബാല ഒരു മിനിറ്റ്. ബാല ചെയ്യുന്ന നന്മകൾ എല്ലാവരും കാണുന്നത് ബാലയ്ക്ക് ഒത്തിരി സപ്പോർട്ടും തരുന്നുണ്ട്. എല്ലാം കണ്ടിട്ടില്ല സാർ, എല്ലാം ഇടാറില്ല. ഒത്തിരി ചെയ്ത നന്മകൾ പുറത്ത് കാണിക്കുക, ഒത്തിരി സപ്പോർട്ടും ചെയ്യുക. ബാല ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ നമ്മൾ നെഗറ്റീവ് കമന്റ്, ബാല എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ബാല പറയും തോറും ആളുകൾ എന്താണെന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരുവാണ്. അത് തന്നെയാണ് ബാലയ്ക്ക് നെഗറ്റീവ് കമന്റ് വരുന്നതായിട്ട് ഞാൻ കാണുന്നതും ഞാൻ വായിച്ചതും. ബാല ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആള് ബാലയ്ക്കറിയോ, ബാലയ്ക്ക് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എത്ര പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. സമൂഹം മൊത്തം പ്രാർത്ഥിച്ചു ബാല തിരിച്ചു വരണമെന്നുള്ളത്. ആ ബാല തിരിച്ചു വരുമ്പോൾ ഈ ബാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പ്രതീക്ഷ ബാലയിൽ നിന്ന്. ആ പ്രതീക്ഷ ബാല കൊടുക്കുന്നുമുണ്ട്. വീണ്ടും ബാലയ്ക്ക് ഒരു ദുഃഖം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കോടതി ഒരു വിധിയുണ്ട്, കുട്ടിയെ കാണിക്കാനുള്ള ഒരു അവസരം, ഒരു ഡേറ്റ് കൊടുക്കുന്നു. അതിനൊന്നും കുട്ടിയെ കിട്ടാതെ വരുമ്പോൾ ബാല ഭയങ്കര ദുഃഖിതനാവുന്നു. അതുകൊണ്ടാണ് ബാല എങ്ങനെ പറയുന്നതെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്റർവ്യൂ എടുത്തത്. கண்டிப்பாக சார். இப்போது துக்கம் யாருக்கு இல்லை, சிம்பிளாக கேட்குறேன். ஹாஸ்பிட்டலில் இருந்ததுன்னா 55 ஸ்டிச்சுனா ஸ்டிச் போடுறது இல்லை, கிளிப் போடுவாங்க சார். ஸ்டாப்லர் மாதிரி கிளிப் போடுவாங்க. இவ்வளோ வரைக்கும் இருக்குது. புறையில் ஒரு 14 ஸ்டிச் இருக்குது. இந்த 2 லிகமெண்ட் போயிருக்கு. மூட்டில் இனியும் ஆப்ரேஷன். இந்த கால் லெஃப்ட் ஃபிங்கரு ஃப்ராக்சர் ஆகிருக்கு. இப்போ ஷூட்டிங் பண்ணேன். என்னாலும் ஹாஸ்பிட்டலில் வந்த உடனே என்ன மனசு மாற்றான் வேணும். காயங்குளம்ல 2 ட்ரைபல் இது அந்த வீடியோலாம் இருக்குது. நம்மளோட ஷஹீன் அவர் சஜின் அவர் வச்சுட்டாரு. போய் ஃபுல் 2 கிராமத்தையும் நான் தான் தத்தெடுத்துக்கிட்டேன். என்னுடைய சங்கடங்கள் கண்டுட்டுண்டாகும். என்னோட சங்கடங்கள் வேறு, இது வேறு. எனக்கு தெய்வத்தோடு இல்லை, தெய்வம் நல்ல അന്തസ്തായിട്ട് ഒരു ലൈഫ് കൊടുത്തിருக்கு ഒരു രീതിയിൽ. இந்த കൈ ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ആയത് കൊച്ചിന് വേണ്ടി മാത്രം. ആ കാര്യത്തിൽ ഞാൻ പിച്ചക്കാരൻ തന്നെയാണ്. നിയമം ഉണ്ടായിട്ടും, നിങ്ങൾ சொன்ன மாதிரி നിയമം ഉണ്ടായിട്ടും, കോടതി ഉണ്ടായിട്ടും, പോലീസ് ഉണ്ടായിട്ടും നിയമമില്ല. ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു കോടതിയിൽ കേസ്? സാർ കേസ് ഒന്നുമേ ഇല്ലേ? ഒന്നുമില്ല, എല്ലാം വിധി വന്ന്. പിന്നെ ഒരു കേസും ഇല്ല. കാശ് എഴുതി കൊടുത്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഏൻ എൻ മകളെ ഇപ്പൊ കാണിക്കാൻ പാടില്ല. ഞാൻ സ്കൂളിലേക്ക് പോறேன். ഇടയ്ക്ക് ഒരു ന്യൂസ് വന്ന് മകള് ചത്തുപോയിന്ന്. ഒരു അച്ഛനായിട്ട് എത്ര വേദന ഉണ്ടാവും. എന്നെ കൊണ്ടുപോയി പ്രിൻസിപ്പൽ റൂമിൽ ഇരുത്തുക, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തുന്നത് പോലെ കൊണ്ടുവരാം. ഇതാണ് അവർ പറഞ്ഞത്. ആ പ്രിൻസിപ്പൽ ഒരു ലേഡിയായിരുന്നു. ഇനി ഞാൻ മടുത്ത് സത്യങ്ങൾ പുറത്തു വരുന്നില്ല. ഇനി പറയാം, ഏർക്കുന്നവരെ ഏർക്കട്ടെ. അവിടെ പോകുന്നു, എൻ്റെ മകളെ കൊണ്ടുവരുന്നു. அந்த 6 பேரில் അതാണ് ഞാൻ சொன்னேன், 3000 പേർ വരട്ടെ എൻ്റെ മകളെ തിരിച്ചറിയാൻ കഴിവ് എനിക്കുണ്ട്. അതേപോലെ ഒരു കാര്യം കൂടെ ഓർത്തുണ്ട് മാഡം, എൻ്റെ മകളും എന്നെ കാണും. ഞാൻ പുറത്തിറങ്ങട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പ് വന്ന റൂമിൽ തടയാൻ ഞാൻ சொன்னேன், മാഡം ഒരു കേസും ഇല്ല, എൻ മകളെ ഒന്ന് അടുത്ത് പോയി കണ്ടോട്ടെ. എഴുതി കൊടുത്തിരിക്കുന്നു. അതായത് ഞാൻ പോയി അടുത്ത് പോയി കണ്ടാൽ, அந்த സ്നേഹത്തെ കാണിച്ച് എൻ്റെ മകൾ അത് തിരിച്ചറിഞ്ഞാൽ അവർക്ക് 100% ഉറപ്പ് എൻ്റെ മകൾ എൻ്റെ അടുത്ത് വരും. മനസ്സിലാവുന്നുണ്ടോ? അത് തടയാണ്. എൻ്റെ ജോലി പോകും സാർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടോ? എനിക്കൊരു മകനുണ്ട് സാർ. ശരി, ഉങ്ക മകൻ കുട്ടിയുണ്ടോ? ഉണ്ട് സാർ. இதே மாதிரி உங்கள் மகனுக்கு டைவர்ஸ் ஆகி குட்டியை காணாம பட்டாது பிராந்து பிடிச்சு நடந்தால், சொந்த மகனுக்கு இதே ஸ்கூலில் வந்தால் நீங்கள் இങ്ങനെ செய்வோம் சார். அதே அவസ്ഥയിലാണ് എൻ്റെ മകനും. കൈയെടുത്ത് കുമ്പിടുறது, സാർ നിങ്ങൾ ഇറങ്ങി പോയിക്കോളൂ. ഞാൻ എന്നാ பண்ணுவேன்? ഇതൊക്കെ സിമ്പിളാ കേൾക്കണേ സാർ. ഒരു അച്ഛൻ മകളെ കാണുന്നത് ഇത്ര വലിയ ദ്രോഹമാണ് കേരള ഭൂമിയിൽ. അത്ര വലിയ ദ്രോഹമാ. അപ്പം ഞാൻ ദേശീയപടத்துக்கு மட்டும் இவ்வளோ கமெண்ட், அப்படி கமெண்ட் அடிக்கிற யாருமே அவர் அச்சனை பார்க்காத. നിന്റെ ഭാര്യ നീ കാണരുത്, നീ ഒറ്റയ്ക്ക് ജീവിക്ക്. വിഷു ഓണത്തിന് നീ ഒന്നും ഉണ്ടാക്കണ്ട, സ്വിഗ്ഗിയിൽ ഓർഡർ பண்ணி வீட்டில் ஒட்டக்கு இருந்து കഴിക്ക്. கோடதி சொன்னதை நீ ஃபாலோ பண்ணலன்னா, ഈ നാട്ടോடைய ഈ കേരളത്തുடைய മലയാളിയാ നീ? കോടതി சொல்லிருக்கே, കോടതി ഓർഡർ இருக்கே. ഒരു ഇന്റർവ്യൂവിൽ എന്ത് മര്യാദ കാണിക്കണം എനിക്കറിയാം. തീർച്ചയായിട്ടും. ഞാനിപ്പോ ഈ ഇന്റർവ്യൂലെങ്കിലും എൻ്റെ മനസ്സിന്റെ വേദന കുറച്ചെങ്കിലും മാറുമോ, എനിക്ക് അവകാശപ്പെട്ട ഈ ഭൂമിയിൽ അവകാശപ്പെട്ട കാര്യങ്ങൾ നടക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും ഇത് ഭിക്ഷ തന്നെയാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് അഹങ്കാരമല്ല. ഇപ്പോഴും എൻ മകളെ കാണാൻ പറ്റുമോന്ന് കയ്യേന്തി നിൽக்கிறேன், அவ்வளவுதான்.